Hello everyone, it's me Jaza and welcome back to my YouTube channel. അപ്പോൾ ഞാൻ SLC റിസൾട്ടിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നാൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഉണ്ടോ റീവാലുവേഷന്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും അതുപോലെ ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്രാവശ്യം 2025-2026 SLC എഴുതിയിട്ടുണ്ടെങ്കിൽ 4 ലക്ഷത്തി സംതിങ് കുട്ടികളാണെന്ന് തോന്നുന്നു. അതിൽ തന്നെ 2,70,75,000 കുട്ടികൾ തന്നെ ഇപ്രാവശ്യം റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാ പ്രാവശ്യത്തിലും അധികം പ്രാവശ്യം റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാലോ കുറെ കുട്ടികൾക്കും അവർ പ്രതീക്ഷിച്ച അത്ര ഒരു റിസൾട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ റിവാലുവേഷൻ റിസൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ റിവാലുവേഷന് 3 സബ്ജക്ട്സ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫിസിക്സ്, മാത്സ്, അതേപോലെ ഇംഗ്ലീഷും. ഫിസിക്സിൽ എനിക്ക് എയും അതേപോലെ മാത്സിൽ B+, ഇംഗ്ലീഷിലും B+ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ റിവാലുവേഷൻ കൊടുത്തിട്ട് എനിക്ക് ഏത് സബ്ജക്ട്സും ഗ്രേഡ് മാറിയിട്ട് കിട്ടിയിട്ടില്ല, എല്ലാം സെയിം ഗ്രേഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫിസിക്സിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് A ആണ് ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ എനിക്ക് A+ ആവും നല്ല പ്രതീക്ഷ ഉണ്ടായി. ഞാൻ നല്ല രീതിക്ക് എഴുതിയിട്ടുള്ളൊരു എക്സാമാണ് ഫിസിക്സ് ഒക്കെ. അതേപോലെ ഇംഗ്ലീഷ് എന്താണ് A+ ഇല്ലെങ്കിലും A ഒക്കെ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അതേപോലെ തന്നെ മാത്സും എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെയാണ് റിവാലുവേഷൻ റിസൾട്ടിന്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ SLC റിസൾട്ടും അതേപോലെ റിവാലുവേഷൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പണ്ടത്തെ പോലെയല്ല ഇപ്പം എന്താണ് A+ കിട്ടാനും അതേപോലെ തന്നെ ഒരു ഗ്രേഡ് മുന്നിക്ക് പോരാനും ഭയങ്കര ടഫാണ്. ബട്ട് ഇപ്പം നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ടൊന്നും നമുക്ക് എന്തായാലും A+ കിട്ടില്ല. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ ഗ്രേസ് മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ റിവാലുവേഷൻ റിസൾട്ടിന്റെ കാര്യങ്ങൾ. മെജോറിറ്റി കുട്ടികൾക്കും എന്താണ് ഗ്രേഡ് ചേഞ്ച് ആയിട്ടില്ല, ഗ്രേഡ് സെയിം അല്ലെങ്കിൽ എന്താണ് ഗ്രേഡ് കുറഞ്ഞൊക്കെയാണ്. കൂടിയിട്ടുള്ളത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് എൻ്റെ ഒരു ഇതിൽ കേട്ടോ. എൻ്റെ ഒരു അറിവിൽ എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികൾക്ക് അങ്ങനെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുള്ളൂ, എൻ്റെ ഒരു അറിവിൽ കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ആൻഡ് എന്താണ് ഒരു 8A+ഉം അതേപോലെ 2A ഉള്ള ഒരാൾക്ക് കെമിസ്ട്രിയിൽ 8A ഉള്ളത് A+ ആയി കിട്ടി. അതേപോലെ 4A+ ഉള്ള ഒരാൾക്ക് എന്താണ് 5 റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണത്തെ മാത്സ് B+ ഉള്ളത് A ആയി കിട്ടി. അപ്പം അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഗ്രേഡ് എന്താണ് കൂടി കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ എനിക്കൊക്കെ പറഞ്ഞാൽ സെയിം ഗ്രേഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിവാലുവേഷൻ റിസൾട്ടിന്റെ കാര്യങ്ങൾ. അപ്പോഴും കുറേ ആൾക്കാർ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലും സൈറ്റ് ജാമായിട്ടാണ് തോന്നുന്നു, എന്താ അറിയില്ല. കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്തതുണ്ട്. ഇങ്ങനെ ലോഡിങ് ആയിക്കൊണ്ടേ നിൽക്കുകയാണ്, ലോഡിങ് ആയിട്ട് തീരുന്നില്ല, അങ്ങനെ ലോഡിങ് ആയിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സൈറ്റിൻ്റെ ഒരു കാര്യങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണീച്ച് നോക്കിക്കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ എനിക്കും റിസൾട്ട് കിട്ടില്ലായിരുന്നു. ഈ ടൈം ആയപ്പോൾ ഒന്നും ആർക്കും കിട്ടുന്നില്ല, സൈറ്റ് നല്ല ജാമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് റിവാലുവേഷൻ റിസൾട്ട് അറിഞ്ഞോ, അങ്ങനെയാണ് ഗ്രേഡ് കൂടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള എന്തായാലും കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇനി SLC റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ള എന്തായാലും കമൻറ്റ് ആക്കുക. ഓരോ സബ്ജക്റ്റ് വൈസും ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണോ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ആക്കുക. എനിക്കിനിപ്പോൾ ജൂലൈ 6 അങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ള എന്തായാലും കമൻറ്റ് ആക്കാൻ മറക്കണ്ട. SLC റിലേറ്റഡ് ആയിട്ട് ഇനി ഓരോ സബ്ജക്ട്സിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണോ, ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള നിങ്ങൾ എന്തായാലും കമൻറ്റ് ആക്കട്ടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പാസ്സാക്കി വിടില്ല, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഫസ്റ്റ് മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ പെടും. ഞാൻ SSൻ്റെ കാര്യമൊക്കെ SLC എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതും കണ്ടു നോക്കുക നിങ്ങൾ. SS ഒക്കെ എന്തായാലും മൂഞ്ചി ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താണ് SS ഒക്കെ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോകാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ എന്തായാലും വേണം പറഞ്ഞാൽ എന്തായാലും പെടും ഉറപ്പാണ്. അതേപോലെ എന്താണ് ഒരു സ്റ്റഡി പ്ലാനൊക്കെ സെറ്റാക്കിയിട്ട് നന്നായിട്ടാണ് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് തന്നെ സ്റ്റഡി പ്ലാൻ സെറ്റാക്കുക. ബാക്കിയുള്ളവർ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ ഓലെ എന്താണ് സൗകര്യത്തിനനുസരിച്ച് ഓൾ റെഡി ആക്കിയിട്ടുള്ളത് കാരണം. അപ്പം അത് നിങ്ങൾക്ക് ചിലപ്പം മേ ബി സെറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ റെഡി ആക്കുന്നതിനേക്കാളും ബെറ്റർ. അതേപോലെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതേപോലെ ക്ലാസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല സീരിയസ് ആയിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഓൺ എക്സാമുള്ള കാര്യങ്ങൾ പോർഷൻസ് ഒക്കെ പഠിച്ച് തീർത്താൽ നമുക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേന് പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പഠിച്ചാൽ മതിയാവും. ബട്ട് നമ്മൾ ഓൺ എക്സാമിൻ്റെ പോർഷൻസിനെ കംപ്ലീറ്റ് ആക്കാണ്ടാണ് എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്രിസ്മസ് എക്സാമിന് ഓൺ എക്സാമിൻ്റെ പോർഷൻസ് പഠിക്കാണ്ടാവും, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് പഠിക്കാണ്ടാവും, ആകെ പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എക്സാം ആകുമ്പോൾ അതിൻ്റെ പോർഷൻസ് അപ്പം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് കവർ ആക്കാനായിട്ട് നോക്കുക.
അതേപോലെ ട്യൂഷന് പോകണം. നിങ്ങൾ വെറുതെ ക്ലാസ് മാത്രം കേട്ടിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പഠിക്കാൻ വേണം. ആ ഒരു അബദ്ധമാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. നമ്മൾ ട്യൂഷന് എന്താണ് രാവിലെ ഒരുങ്ങി കെട്ടി പോകും, എന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഉത്തർക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബുക്കിന് മുന്നിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മൂടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ ക്ലാസ് കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തായാലും പഠിച്ചാൽ നമുക്ക് എക്സാമിന് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അപ്പം ഈ ട്യൂഷന് പോകണോല് അന്നാന്ന് എടുക്കണം, അന്നാന്ന് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് വെറുതെ ക്ലാസ്സിന് പോയി പെരേക്കരുക, പിന്നെയും പോവുക, പിന്നെയും വരിക, അങ്ങനെ ആയിട്ടൊരു കാര്യമില്ല. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് ഓഫ്ലൈൻ ട്യൂഷന് പോകാതൊക്കെ എന്നുള്ളതാണ്. കാരണം ഓഫ്ലൈൻ ട്യൂഷന് പോയാൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടൈം പിന്നെ അവിടെ കിട്ടില്ല. കാരണം അത്രയും ടൈം നമ്മൾ ഓൾറെഡി എന്താണ് ബുക്കിൻ്റെ മുന്നിലാണ്. പിന്നെയും വീട്ടിൽ വന്ന് ബുക്കിൻ്റെ മുന്നിലേക്ക് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മടിയാൻ നിൽക്കാരം. അപ്പോൾ ഓഫ്ലൈൻ ട്യൂഷന് പോകാണ്ടിരിക്കണം തന്നെ ഇക്കാരം ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയന്. ഇനി ചിലർക്ക് വീട്ടിലിരുന്നാലേ പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും, ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയാത്തവര്. അങ്ങനത്തെ ഓഫ്ലൈൻ ട്യൂഷന് പോകുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇനി ലൈക്ക് ട്യൂഷന് പോകുന്നുണ്ട്, പെര വരും. പിന്നെ പെര ഒന്നും അങ്ങനെ പഠിക്കൊന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അങ്ങോട്ട് കൊണ്ട് മസ്റ്റിനെ പൂട്ടിക്കും, അങ്ങനെയൊക്കെ ഇനി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ട്യൂഷന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പെര വന്നിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് വെറുതെ പോയി ഒന്നും കളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നമുക്ക് ഒട്ടും യൂസ്ഫുൾ ആവില്ല. അതേപോലെ എൻ്റെ +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ട്രെയിൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് സ്കൂളോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അലോട്ട്മെൻറ്റിന് എല്ലാ സ്കൂളിലും സയൻസ് മാത്രമാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കൊമേഴ്സോടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സയൻസ് എടുക്കണം എന്നാണ്, ബട്ട് കിട്ടുമോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 6A+, 1A, 3B+ ആണ്. അപ്പോൾ ആ ഒരു മാർക്കിന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇൻഷാല്ലാ സയൻസ് എടുക്കണം എന്നാണ്, കിട്ടട്ടെ. പിന്നെ ആരൊക്കെ എൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 92.2 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 92.2 സംതിങ് അങ്ങനെ എന്തൊക്കെ ആണ്. അപ്പോൾ നല്ല പെർസെൻറ്റേജ് ആണ്, എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ. പിന്നെ സയൻസ് കിട്ടുമോ അറിയില്ല. കാരണം സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സിലും മാത്സിലും എനിക്ക് A+ ഇല്ല. ഫിസിക്സിൽ Aയും അതേപോലെ മാത്സിൽ B+ ആണ്. പിന്നെ കെമിസ്ട്രിയിലും ബയോളജിയിലും A+ ഉണ്ട്. സോ കിട്ടുമോ അറിയില്ല, ബട്ട് എനിക്ക് സയൻസ് എടുക്കണം എന്നാണ്, മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും ഒക്കെ നോക്കണം എന്നാണ്. അപ്പം ഏതായാലും കിട്ടട്ടെ. ഞാനിപ്പോൾ അലോട്ട്മെൻറ്റിൽ കൊമേഴ്സും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതേ കാര്യം കിട്ടുക. ഇനിയിപ്പം ഇൻഷാല്ലാ സയൻസിൽ സീറ്റ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ മാറണം, ബട്ട് അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഏതായാലും എവിടെയെങ്കിലുമൊക്കെ സയൻസിന് തന്നെ കിട്ടട്ടെ. ഇത് ഇനി +1 സ്റ്റുഡൻസിനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ +1 പഠിക്കാൻ തുടങ്ങിയോ? പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? എല്ലാം നിങ്ങൾ കമൻ്റ് ആക്കുക, ഫുൾ കമൻ്റ് ആക്കാനുള്ളതല്ലേ. അപ്പം കമൻറ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സയൻസ് എടുക്കണം എന്നാണ്. അപ്പോൾ കിട്ടും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം 6A+ ആണ്, അത്യാവശ്യം മാർക്ക് കുറവാണെന്ന് തോന്നുന്നു. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെ സയൻസ് കിട്ടുമോ അറിയില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സയൻസ് എടുക്കണം എന്നാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അഥവാ സയൻസ് പഠിച്ചാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പഠിക്കൽ കൊടുത്തു എന്നുള്ള എന്തായാലും കമൻ്റ് ആക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ SLC റിവാലുവേഷൻ റിസൾട്ടിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ആക്കാത്തവർ അതോടെ ചെയ്യുക. പിന്നെ ഈ ഒരു ബാച്ച് ഉണ്ടല്ലോ SLCൻ്റെ ഇനിയുള്ള ബാച്ച്. അപ്പോൾ ഓൽക്കിന് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ആക്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.